മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. മതഭേദമന്യേ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത് എന്നതിൻ്റെ ലേറ്റസ്റ്റ് തെളിവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 91 കോടി രൂപക്ക് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം ഉൾപ്പെടെ എടുത്ത് കേരള സർക്കാരും കോർപ്പറേഷനും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലാറ്റ് വെറും 4-5 വർഷം കൊണ്ട് തകർന്ന് തരിപ്പടാക. കോൺക്രീറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് വീണുകൊണ്ടിരിക്കുക. അവിടെ ജീവിക്കുന്നവരുടെ ജീവിതം വലിയ അപകടത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോക്കൂ. പൊളിഞ്ഞു വീണതാണ്. ഒരല്പം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സ്കൂൾ ബസ് വന്നത്. ആ സമയത്താണ് ഈ മക്കൾ വന്നിരുന്നെങ്കിൽ അവസ്ഥ എന്നാലോചിച്ചോക്കെ. ഈ കമ്പി ഫുൾ ഇവിടെ മുതൽ അതുവരെയുള്ള കമ്പി ഫുൾ ഇടിഞ്ഞ് ജസ്റ്റ് ഒരു ചെറിയ കാറ്റോ ഒന്നുമില്ല. നോർമലായിരിക്കുന്ന സമയത്താണ് അത് ഇടിഞ്ഞു വീണത്. അത് ഫുള്ള് ഈ കമ്പി തൂങ്ങി കിടന്നിട്ട് ഞങ്ങൾ വെട്ടുകത്തി വെച്ച് മുറിച്ചാണ് മാറ്റിയത്. ഇത് ഫുള്ളും എല്ലാം ഈ ഒരു കാറ്റോ മഴയോ വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് പേടിയാണ്. ഇവിടെ ഫുള്ള് കാണുന്നില്ല. ഇതെല്ലാം ഇതുപോലെ ഈ 4-5 വയസ്സിനകത്തുള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ട്. മനസ്സിലായില്ലേ? ഞങ്ങൾ അത്രയ്ക്കും പേടിച്ചാണ് കിടക്കുന്നത്. ഞങ്ങൾ ഓരോരോ ആൾക്കാർ വരുമ്പോൾ പരാതി പറയും, നോക്കാന്ന് പറയണത്, അല്ലാതെ ആരും വന്നിട്ടില്ല. പക്ഷെ ഈ മേയർ ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഈ മേയർ ഇപ്പൊ 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളെ കാണാൻ ഇവിടെ വരുന്നത്. പരിഹരിക്കുന്ന വിശ്വസിക്കുന്നു. ഈ മേയർ കണ്ടപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട്. കാരണം സാർ ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങളെ ഈ അവസ്ഥയിൽ ഞങ്ങളെ കാണാൻ വരുന്നത്. കയറി ഉടനെ ഞങ്ങൾ ആ ഒരു പ്രതീക്ഷ. നിങ്ങൾ കേട്ടില്ലേ? നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിരന്തരം പറയാറുണ്ട്, തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണത്തിലൂടെ കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്ന്. അത് വെറുതെ പറയുന്നതല്ല. BJP ഒരു സ്ഥലത്ത് കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ അവർ വളരെ വ്യക്തമായിട്ട് സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലാറുണ്ട്. അത് നമ്മുടെ കേരളത്തിലും വ്യക്തമായിട്ട് VV രാജേഷിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ മതവും നോക്കിയിട്ടല്ല, ഒരു ജാതിയും നോക്കിയിട്ടല്ല, ഒരു വർണ്ണവും നോക്കിയിട്ടല്ല, സാധാരണക്കാരന്റെ പ്രശ്നത്തിലേക്ക് മറ്റാരെത്തിയിട്ടില്ലെങ്കിലും മേയർ രംഗത്തെത്തും, ഓടിയെത്തും. അത് ഓടിയെത്തിയിട്ടുള്ള സാധാരണക്കാരി പറയാണ്, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞു, പക്ഷെ മേയറിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. മേയർ ഇവിടെ 2 തവണ ഇതിനോടകം വന്നില്ലേ? നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നിരന്തരം BJP അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് കപടത നമ്മുടെ കേരളത്തിൽ ഒരുപാട് കെട്ടിച്ചമച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ മുക്കിൻ തുമ്പത്ത്, നമ്മുടെ തലസ്ഥാന നഗരിയിൽ തന്നെ കോർപ്പറേഷൻ BJP ഭരിക്കൽ തുടങ്ങിയതോടുകൂടിയിട്ട് കേരളം മൊത്തം തിരിച്ചറിയാം BJP എന്താണ്, BJPയുടെ മേയർ എന്താണ് ചെയ്യുന്നത്. കേരളം മൊത്തം ഇത് വീക്ഷിച്ചോണ്ടിരിക്കുക. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയറിന്റെ ഒരു മറുപടി ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കോർപ്പറേഷനിലെ ഹാർബർ വാർഡിലാണ്, കോവളം നിയോജകമണ്ഡലത്തിലാണ് ഈ വാർഡ് വരുന്നത്. അവിടുത്തെ കൗൺസിലർ അഫ്സയാണ് എന്നോടൊപ്പം ഉള്ളത്. അതോടൊപ്പം തന്നെ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ GS മഞ്ജുവുമുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നിൽക്കുന്ന വീട്ടമ്മമാരുൾപ്പെടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷനിലെത്തുകയും അവർക്ക് സർക്കാർ സംവിധാനത്തിൽ നിർമ്മിച്ചു കൊടുത്ത ഫ്ലാറ്റിൽ താമസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയുണ്ടായി. അതായത് 2018 ഈ ഫ്ലാറ്റ് പൂർത്തിയായി. കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കോർപ്പറേഷൻ്റെയും അതോടൊപ്പം തന്നെ ഗുണഭോക്താവിൻ്റെയും വിഹിതം സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തിയായി അവർക്ക് കൈമാറിയത്. എന്നാൽ 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും പൊട്ടി അടർന്നു തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തൊട്ട് മുൻപ് ഒരു വീട്ടിൽ കയറി. ആ അമ്മയുടെ നെറ്റിയിൽ കോൺക്രീറ്റ് പാളികൾ പൊട്ടി വീണിട്ട് അവരുടെ തല മുറിഞ്ഞിട്ടുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ മുന്നിൽ ചെറിയ കുഞ്ഞുങ്ങൾ ഇപ്പോണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഇവിടെ ഓടി കളിക്കുമ്പോഴേക്കും മുകളിൽ നിന്നും കോൺക്രീറ്റ് അടർന്നടർന്ന് വീടുകയാണ്. ഒരു 350-400ഓളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു 400 ഫ്ലാറ്റുകളിലായി താമസിക്കുന്നത്. അപ്പോൾ കോൺക്രീറ്റിലുള്ള കമ്പിയൊക്കെ തന്നെ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ്. ഇതൊക്കെ കുട്ടികളുടെ ശരീരത്തിലേക്ക് കൊള്ളുകയാണ്. അപ്പോൾ രാത്രി പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സാഹചര്യങ്ങളിൽ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ഇവിടെ ഏറെക്കുറെ എല്ലാ വീടുകളും അടച്ചിട്ടിട്ട് അവരൊക്കെ പുറത്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് പണം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫ്ലാറ്റ് നിർമ്മിക്കുക, അത് 3-4 വർഷം കഴിയുമ്പോൾ തന്നെ ഇടിഞ്ഞു വീഴുക, അതൊക്കെ തന്നെ അങ്ങറ്റം ഗുരുതരമായ ഗൗരവമായ ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ സാധാരണക്കാരായ അടിസ്ഥാന ജനവിഭാഗങ്ങളാണ് താമസിക്കുന്നത്. തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ എന്ത് പരിഹാരം കണ്ടെത്താം, അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അതിൻ്റെ കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കേണ്ടതായിട്ടുണ്ട്. 4 വർഷം ഫ്ലാറ്റ് നിർമ്മാണം കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴേക്കും അത് നിർമ്മാണത്തിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായിട്ടുണ്ടോ, സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറ്
പണം തട്ടിയെടുത്തിട്ടുണ്ടോ ആരെങ്കിലും, മതിയായ കോൺക്രീറ്റ് ചെയ്യുമ്പോഴൊക്കെ തന്നെ മതിയായ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്നൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, വെറും 4 വർഷം കൊണ്ടാ 90 കോടിയിലും അധികം രൂപ മുടക്കിയിട്ടുള്ള, കോടിക്കണക്കിന് രൂപക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫ്ലാറ്റൊക്കെ കോൺക്രീറ്റ് പാളികളൊക്കെ വീണ് തുടങ്ങിയെന്ന്. ആ വീണതിലും ഈ തുരുമ്പ് പിടിച്ച കമ്പികള് നമ്മളൊന്ന് ചിന്തിച്ചാൽ പോരെ, സാധാരണക്കാരൊരു വീടുണ്ടാക്കുന്നത് ഒരു തലമുറക്കല്ല 2 തലമുറയും അവിടെ തന്നെ ജീവിക്കണമെന്ന് കരുതിയിട്ടല്ലേ 10-50 വർഷത്തിലധികവും ഒരു കേടുപാട് സംഭവിക്കാതെ സാധാരണക്കാരന്റെ വീട് പോകുമ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുണ്ടാക്കിയ ഒരു ഫ്ലാറ്റ് വെറും 4-5 വർഷം കൊണ്ട് പല ഭാഗങ്ങളും അടർന്ന് വീഴുന്നു എന്ന് പറയുമ്പോൾ ആ കോടിക്കണക്കിന് രൂപ ഫ്ലാറ്റിലേക്കല്ല, അതുണ്ടാക്കാൻ നേതൃത്വം കൊടുത്തവരുടെ പോക്കറ്റിലേക്കാണ് എന്നുള്ളതല്ലേ വലിയ യാഥാർത്ഥ്യം. നമ്മളിവിടെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. 100 കണക്കിന് ജീവനാണ് ഈ ഫ്ലാറ്റിൽ അപകടത്തിലുള്ളത്. അതൊരു ചില്ലറ കാര്യമല്ല. നമ്മുടെ തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലാ സത്യപ്രതിജ്ഞ നടന്നിട്ടുള്ളത്. അവിടെ മുഖ്യമന്ത്രി പൂക്കി ചിരിയും ചിരിച്ച് മൊണ്ണത്തരം കാണിച്ച മുന്നോട്ട് പോകുന്നത്. കോപ്പിലെ ചിരിയും പൊക്കി പിടിച്ച് അതിൽ കൈയടിക്കാൻ കുറെ അടിമകളെ അല്ലാതെ ആരെങ്കിലും കിട്ടുമോ? 100 കണക്കിന് ജീവനുകൾ അപകടത്തിലാവുന്ന ഒരു ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട വിഷയം തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ട് കേരളത്തിന്റെ നിലവിലെ മുഖ്യമന്ത്രിക്ക് കണ്ണ് പിടിച്ചിട്ടില്ല അവിടേക്ക് ഇതുവരെയായിട്ട്. ഇപ്പോഴും നമ്മുടെ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രിക്ക് സമയം കൊടുക്കണമെന്നാണ് അതിന്റെ ആരാധകർ പറയുന്നത്. ആരാണ് സമയം കൊടുക്കാത്തത്? സത്യപ്രതിജ്ഞ ഇത്രയും വൈകിയത് ആരാണ്? ജനങ്ങൾ വൈകിപ്പിച്ചതല്ല, സർക്കാർ വൈകിപ്പിച്ചതാണ്. ഈ പറയുന്ന കോൺഗ്രസ് വൈകിപ്പിച്ചതാണ്. തമ്മിൽ തല്ലുകാരനോ? ഇനി സത്യപ്രതിജ്ഞ കഴിഞ്ഞു, ഇപ്പോഴും മധുവിധുകാലം എന്ന് പറയുന്നത് പോലെ കോപ്പിലെ ചിരിയും പൊക്കി പിടിച്ച് നടക്കുക അണികൾക്ക് അങ്ങനെ നടക്കുക. വോട്ടു ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടൊരു ഉത്തരവാദിത്തം വേണം കേരള സർക്കാരിന്. മൂക്കിൻ തുമ്പത്തല്ലേ ഈ ഫ്ലാറ്റ് ഒക്കെ ഉള്ളത്. അവിടേക്ക് മേയർ ഓടിയെത്തുക, 1-2 തവണ അവിടേക്ക് എത്തിയെന്ന് അവിടുത്തെ സാധാരണക്കാർ പറയാ. ഇത്രത്തോളം വലിയ വിജയം UDF-നുണ്ടായിട്ടും നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം തന്നെ, ഈ സത്യപ്രതിജ്ഞയൊക്കെ കഴിഞ്ഞിട്ടുള്ള ദിവസം തന്നെ മേയറിലാണ് പ്രതീക്ഷ എന്ന് സാധാരണക്കാർ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കേരളത്തിൽ വലിയ മാറ്റത്തിന്റെ അലയൊലികൾ തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ആളുകളും മുഖ്യമന്ത്രിയുടെ കോപ്പിലെ ചിരിയും പൊക്കി പിടിച്ചു പൂക്കി എന്ന് പറഞ്ഞ് നടക്കുക. അതിലൊക്കെ ആവേശം കൊള്ളുന്നത് കോൺഗ്രസിന്റെ അടിമകൾക്കല്ലാതെ മറ്റാർക്കെങ്കിലും അതിലൊക്കെ ആവേശം കൊള്ളുവോ? കേരളത്തിൽ ഇത്രയും വലിയ ജയമുണ്ടായിട്ടും സാധാരണക്കാര് പറയാണ് മേയറിലാണ് ഞങ്ങൾക്ക് പ്രതീക്ഷ. മേയർ ഇവിടെ വന്നല്ലോ, മേയർ ഞങ്ങളുടെ പരാതി കേട്ടല്ലോ. അത് നമ്മുടെ കേരളത്തിൽ വരാൻ പോകുന്ന കൃത്യമായ ഒരു കാറ്റിന്റെ സന്ദേശം തന്നെയാ. ഒരു തർക്കവും വേണ്ട. കോപ്പിലെ ചിരിയും പൊക്കി പിടിച്ച് നടക്കുന്നതല്ല. ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഇതേ സമയത്ത് വോട്ടെടുപ്പിൽ വിജയിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിമാർ കേരളത്തിൽ മാത്രമല്ല മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്നത് 5 സംസ്ഥാനങ്ങളിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടന്നതാ. ഇവിടെ ചിരിയും മറ്റേതും മറിച്ചതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റ് 4 സംസ്ഥാനങ്ങളിൽ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ജനങ്ങളിലേക്ക് സർക്കാരുകൾ ഇറങ്ങിക്കഴിഞ്ഞു. കേരളത്തിൽ ഒരു കോപ്പ് സംഭവിച്ചിട്ടില്ല ഇതുവരെ ആയിട്ട്. അതുകൊണ്ടാണ് സാധാരണക്കാര് ഈ തലസ്ഥാന നഗരിയിൽ നിന്ന് വിളിച്ചു പറയും ഞങ്ങൾക്ക് പ്രതീക്ഷ മേയറിലാണ്. ആ കോടിക്കണക്കിന് രൂപ കട്ടുമുടിച്ച വിഷയത്തിലൊക്കെ കേരള സർക്കാർ ഇടപെടണോ? വലിയ കക്കലും മുക്കലും നടന്നിട്ടുണ്ട്. അന്ന് ഭരിച്ച കോർപ്പറേഷനും അന്ന് ഭരിച്ച സർക്കാരൊക്കെയായി ബന്ധപ്പെട്ട് അതിനെതിരെ അന്വേഷണം നടത്തണോ? ഇനിയെങ്കിലും ആ കോപ്പിലെ ചിരിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കാൻ പരമാവധി ശ്രമിക്കൂ.